രക്ഷോപലക്ഷം ദൂതസേവിതരിതാ, രക്ഷോപലക്ഷം ദൂതസേവിതരിതാ. യോഹന്നാൻ വെളിപ്പാടിൽ കണ്ടപ്പോൾ മേഘരൂഢനായി വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവിൻ, വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവിൻ. തുറക്കപ്പെട്ട കിഴക്കേ വാതിലിലൂടെ, തുറക്കപ്പെട്ട കിഴക്കേ വാതിലിലൂടെ സകല വിശുദ്ധ ദൂത സംഘ പരിവാരത്തോടെ വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവിൻ, വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവിൻ. കെരൂബുകൾ സറാഫുകൾ ദൂതരിവർ, കെരൂബുകൾ സറാഫുകൾ ദൂതരിവർ. സ്വർണ്ണകാഹളം കരത്തിലേന്തിയ വിശുദ്ധ ഗീതക്കാർ വാനിൽ വാനിൽ വരുന്നു ശീഘ്രമായി, വാനിൽ വാനിൽ വരുന്നു ശീഘ്രമായി. ആർത്തുപാടുന്നോർത്തു കേൾക്കുവീനത്, ആർത്തുപാടുന്നോർത്തു കേൾക്കുവീനത്. വലിയ പെരുവെള്ളത്തിൻ ഇരച്ചിൽ കൊത്തതാവൊലി വാനിൽ വാനിൽ അതിഗംഭീരമായി, വാനിൽ വാനിൽ അതിഗംഭീരമായി. ദൈവത്തിന്റെ കാഹളധ്വനി ധ്വനി, ദൈവത്തിന്റെ കാഹളധ്വനി ധ്വനി. രാജാതിരാജനം സുതനിൽ നിന്നു പുറപ്പെടുന്നിതാ വാനിൽ വാനിൽ അതിഗംഭീരമായി, വാനിൽ വാനിൽ അതിഗംഭീരമായി. മണ്ണിലുറങ്ങുന്നതാ മൃത മൃത, മണ്ണിലുറങ്ങുന്നതാ മൃത മൃത. ഈ മുഹൂർത്തത്തിൽ ഉയർത്തെഴുന്നതി പ്രസന്നവദനരായി ശീഘ്രം ശീഘ്രം അതിസമ്മോദരായി, ശീഘ്രം ശീഘ്രം അതിസമ്മോദരായി. തന്നെ നോക്കി പാർത്തിടും ജനം ജനം, തന്നെ നോക്കി പാർത്തിടും ജനം ജനം. കാഹളധ്വനി കേൾക്കും മാത്രയിൽ വാനിൽ പോകുവേ, മോനാൽ മോനാൽ വാനിൽ പോകുവേ, മോനാൽ മോനാൽ വാനിൽ പോകുവേ. ഇവിടെ കയറി വരുവിനെന്നുള്ള വിളി, ഇവിടെ കയറി വരുവിനെന്നുള്ള വിളി. കേട്ടിട്ടാശ്വാസം ലഭിക്കുവാൻ ചെവി കൊതിക്കുന്നു ഉഗ്രമായി, കേൾപ്പാൻ കേൾപ്പാൻ കൊതിക്കുന്നു ഉഗ്രമായി, കേൾപ്പാൻ കേൾപ്പാൻ കൊതിക്കുന്നു ഉഗ്രമായി. രക്ഷോപലക്ഷം ദൂതസേവിതരിതാ, രക്ഷോപലക്ഷം ദൂതസേവിതരിതാ. യോഹന്നാൻ വെളിപ്പാടിൽ കണ്ടപ്പോൾ മേഘരൂഢനായി വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവിൻ, വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവിൻ. രക്ഷോപലക്ഷം ദൂതസേവിതരിതാ, രക്ഷോപലക്ഷം ദൂതസേവിതരിതാ. യോഹന്നാൻ വെളിപ്പാടിൽ കണ്ടപ്പോൾ മേഘരൂഢനായി വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവിൻ, വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവിൻ, വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവിൻ, വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവിൻ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 5-ാം അധ്യായം 32-ാം വാക്യം വായിക്കാം. ഈ വസ്തുതയ്ക്ക്
ഞങ്ങളും ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകിയ പരിശുദ്ധാത്മാവും സാക്ഷികളാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഞങ്ങൾ സാക്ഷികളാണ്, തന്നെ അനുസരിക്കുന്നവർക്ക് ദൈവം നൽകുന്ന പരിശുദ്ധാത്മാവ് സാക്ഷിയാണ്. പരിശുദ്ധാത്മാവ് സാക്ഷിയായിരിക്കുന്നു. എങ്ങനെ പരിശുദ്ധാത്മാവിനെ കിട്ടും? അനുസരിക്കണം, വചനം അനുസരിക്കണം, വചനം പ്രമാണിക്കണം. വചനം ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു കർത്താവിൻ്റെ വചനം പറയുന്നു. എൻ്റെ വചനം ലഭിച്ച് പ്രമാണിക്കുന്നവൻ എൻ്റെ ശിഷ്യനാകുന്നു. എൻ്റെ വചനം ലഭിച്ച് പ്രമാണിക്കുന്നവൻ എൻ്റെ ശിഷ്യനാകുന്നു. എൻ്റെ വചനം ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നു. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം ലഭിച്ച് പ്രമാണിക്കുന്നു. വചനം ലഭിക്കണം, വചനം പ്രമാണിക്കണം. ചിന്തിക്കൂ, നാളുവരെയുള്ള ജീവിതത്തിൽ വചനം നാം അനുസരിക്കാതെ പോയിട്ടുണ്ടോ? ദൈവത്തിന് ആത്മാവ് കൽപ്പിച്ച വചനം അനുസരിക്കാതെ പോയിട്ടുണ്ടോ? അതോ നമുക്ക് സ്വന്തം ബുദ്ധിയിൽ ആലോചിച്ച് നാം അത് മറികടന്ന് പോയിട്ടുണ്ടോ? അനുസരിക്കാതെ പോയിട്ടുണ്ടോ? സ്വന്തം ബുദ്ധി, സ്വന്തം നീതി, സ്വന്തമായ ചില നീതികൾ, സ്വന്തം ബുദ്ധി, സ്വന്തം ആലോചന, അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയ്ക്ക് വിധേയപ്പെടാതെ പോയിട്ടുണ്ടോ? കീഴ്പ്പെടാതെ പോയിട്ടുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ഇവിടെ കിട്ടുന്ന ദൈവത്തിൻ്റെ വചനമാണ്, വചനം ആത്മാവിൻ്റെ വചനമാണ്. ഈ വചനം അനുസരിക്കാതെ പോയിട്ടുണ്ടോ? നിങ്ങൾ ചിന്തിക്കുക. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. വചനം വിശ്വസിക്കുക, വചനം അനുസരിക്കുക കൂടിയേ കഴിയൂ. ഇല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ കിട്ടുകയില്ല. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. നമ്മുടെ ഈ കൂട്ടായ്മയിൽ വാസ്തവത്തിൽ ലഭിക്കുന്നൊരു മഹാഭാഗ്യം പരിശുദ്ധാത്മാവിൻ്റെ വചനം കിട്ടുമെന്നുള്ളതാണ്. പ്രസംഗമല്ല കിട്ടുന്നത്, പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവിന് വേണ്ടി പൂർണ്ണമായി വിട്ടുകൊടുത്താൽ അത്രത്തോളം പരിശുദ്ധാത്മാവ് നമ്മിൽ കൂടി സംസാരിക്കും. പൂർണ്ണമായി വിട്ടുകൊടുത്താൽ പരിശുദ്ധാത്മാവ് നമ്മിൽ കൂടി സംസാരിക്കണം. നമ്മിൽ കൂടി സംസാരിക്കുന്ന പരിശുദ്ധാത്മാവിന് വില കൊടുക്കണം. കൂട്ടായ്മയിൽ നിൽക്കുന്നവരാണെങ്കിലും വചനം കേൾക്കുന്നവരാണെങ്കിലും പലരും ആത്മാവിനെ അനുസരിക്കുന്നതിൽ വ്യഗ്രതയില്ല, നിർബന്ധമില്ല. അങ്ങനെ അതേ ആത്മാവ് തന്നെയാണ് പറയുന്നത്, ശരിയാണ്, അതങ്ങനെയൊക്കെ പറയും. ഇതൊക്കെ ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റും, ആരെയും കൊണ്ട് സാധിക്കും എന്നൊക്കെയുള്ള ചിന്തകൾ വരുന്നു. ഇതൊക്കെ പ്രായോഗികമായിട്ട് സാധിക്കുമോ? കുറച്ച് പ്രായമൊക്കെ ആയിക്കഴിഞ്ഞതിന് ശേഷം ഒക്കെ അനുസരിച്ചൊന്നും വരാം. അല്ലാതെ ഞങ്ങൾ ഈ ചെറു പ്രായത്തിലുള്ളവർ ഇതൊക്കെ അനുസരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, ഓർക്കുക, പരിശുദ്ധാത്മാവിനെ അനുസരിച്ചേ പറ്റൂ എന്നുള്ള നിർബന്ധം നിങ്ങൾക്ക് വരണം. പരിശുദ്ധാത്മാവ് ചിലപ്പോൾ നിങ്ങൾ സംസാരിക്കുന്നത് വളരെ കഠിനമായിട്ടായിരിക്കും, ഒരുപക്ഷെ ക്രൂരമായിട്ടാണെന്ന് തോന്നാം. പരിശുദ്ധാത്മാവ് സംസാരിക്കുമ്പോൾ കർശനമായിട്ടായിരിക്കും. അവിടെ വിനയപ്പെടുക, താഴുക. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? സെൻറ്റ് പീറ്റർ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ ലാസ്റ്റ് പാർട്ട് വരുമ്പോൾ, ബർയോന ശീമോനെ നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ പിതാവ് എൻ്റെ പിതാവത്രേ നിനക്ക് വെളിപ്പെടുത്തിയത്. കർത്താവ് പറഞ്ഞു, ശീമോനെ അവനെ വളരെ ബഹുമാനിക്കുകയാണ്. ബർയോന ശീമോനെ നീ ഭാഗ്യവാൻ, യോഹന്നാനായ ശീമോനെ നീ ഭാഗ്യവാൻ, നീ ഭാഗ്യവാൻ, സ്വർഗസ്ഥനായ പിതാവാണ് നിനക്ക് വെളിപ്പെടുത്തിയത്. എന്നെക്കുറിച്ച് ആളുകൾ എന്തെല്ലാമാണ് പറയുന്നത് ചോദിച്ചു കർത്താവ്. ആളുകൾ പറയുന്നു, നീ എലിയാവാണെന്ന് പറയുന്നുണ്ട്, നീ പ്രവാചകന്മാരിൽ ഒരാൾ പറയുന്നുണ്ട്, എരിമ്യാവാണെന്ന് പറയുന്നുണ്ട്, അങ്ങനെയൊക്കെ ആളുകൾ പറയുന്നുണ്ട്. അല്ല, അത് പോട്ടെ, ആളുകൾ പറയുന്നത് പോട്ടെ, നിങ്ങൾ എന്നെക്കുറിച്ച് എന്ത് പറയുന്നു? പത്രോസ് ചാടി പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിനായി ക്രിസ്തു ആകുന്നു. ശരിയായ മറുപടിയാണ് പത്രോസ് പറഞ്ഞത്. അതാണ് സന്തോഷമായി. അവൻ പറഞ്ഞത് സത്യമായ മറുപടിയാണ്. നീ ജീവനുള്ള ദൈവത്തിന് പുത്രനായി ക്രിസ്തു ആകുന്നു. എല്ലാം വളരെ കറക്റ്റ്, വളരെ ശരിയാണ്. പക്ഷേ അപ്പോൾ കർത്താവിനെ അഭിനന്ദിച്ചു. ബർയോന ശീമോനെ നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ പിതാവത്തെ ഇത് വെളിപ്പെടുത്തിയത്. അത് കഴിഞ്ഞു. നെക്സ്റ്റ് പാരഗ്രാഫ് വായിക്കുമ്പോൾ കാണാം, 16-ാം അധ്യായത്തിൻ്റെ ലാസ്റ്റ് പാരഗ്രാഫ് വായിച്ചേ. അന്ന് മുതൽ യേശു താൻ യെരുശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ച് കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടത് എന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി. എന്നെ യഹൂദന്മാർ പിടികൂടും, എന്നെ കൊല്ലും, എന്നാൽ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും എന്നൊക്കെ കർത്താവ് പറയാൻ തുടങ്ങി. പിന്നെ പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി. പത്രോസ് അത് കേട്ടപ്പോഴേക്കും കർത്താവിനെ ഒന്ന് പേടിച്ച് അടുത്ത് ഒരു ഭാഗത്തേക്ക് മാറ്റിക്കൊണ്ടുപോയി. കർത്താവേ, അത് അരുതേ. കർത്താവെ, അങ്ങനെ നിന്നെ കൊല്ലാൻ പറ്റില്ല, ഞങ്ങൾ സമ്മതിക്കില്ല. കർത്താവെ, അത് അരുതേ, നിനക്ക് അങ്ങനെ ഭവിക്കരുതേ എന്ന്. അങ്ങനെ യഹൂദന്മാർ നിന്നെ പിടിച്ചുകൂടി നിന്നെ കൊല്ലുക എന്നൊക്കെ പറയുന്നത് നിനക്ക് ഭവിക്കാൻ പറ്റില്ല, ഞങ്ങൾ സമ്മതിക്കില്ല, നിനക്കത് ഭവിക്കരുതേ എന്ന് പറഞ്ഞു. പിന്നെ എന്ന് ശാസിച്ചു തുടങ്ങി. എന്ന് കർത്താവിന് ശാസിച്ചു തുടങ്ങി. നീ എന്താ അങ്ങനെ പറഞ്ഞത്? ഞങ്ങൾ നിന്നോടുകൂടെ എപ്പോഴും നിൽക്കാൻ ഞങ്ങൾ തയ്യാറല്ലേ, ഞങ്ങൾ കൂടെ ഉണ്ടല്ലോ,
ഞങ്ങൾ ഈ 12 പേര് നിൻ്റെ കൂടെ തന്നെയല്ലേ, ഞങ്ങൾ നിന്നെ ശരിയായിട്ട് തിരിച്ചറിഞ്ഞാലാണ് ഞങ്ങൾ കൂടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് നിനക്ക് അങ്ങനെ കഷ്ടത തരാൻ പാടില്ല, അങ്ങനെ നിനക്കൊരു മരണം സംഭവിക്കാൻ പാടില്ല, നീ അങ്ങനെ ഈ ഭൂമിയിൽ നിന്ന് അങ്ങനെ ധൃതിയിൽ മാറ്റപ്പെടാൻ പറ്റില്ല എന്ന് പത്രോസ് നിർബന്ധമായി പിന്നെയും പിന്നെയും പറഞ്ഞു തുടങ്ങി, ശാസിച്ചു തുടങ്ങി. പിന്നെ അവനോ തിരിഞ്ഞ് പത്രോസിനോട്, കർത്താവ് പത്രോസിനോട് പറയുകയാണ്, സാത്താനെ എന്നെ വിട്ടുപോ, സാത്താനെ എന്നെ വിട്ടുപോ, നീ എനിക്ക് ഇടർച്ചയാകുന്നു, നീ എനിക്ക് ഇടർച്ചയാകുന്നു, നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേതത്രേ കരുതുന്നത് എന്ന് പറഞ്ഞു. നീ കാര്യം എൻ്റെ കൂടെയൊക്കെ നടക്കുന്നു, ഈ 3.5 കൊല്ലം എൻ്റെ കൂടെ നടന്നു, പക്ഷേ ഇത് ദൈവത്തിൻ്റെ അല്ല നീ കരുതുന്നത്. ദൈവത്തിൻ്റെ ഭാവം എന്താണെന്ന് നീ കാണുന്നില്ല, മനുഷ്യരുടെ കാര്യമാണ് നീ കാണുന്നത്. എനിക്ക് ജഡത്തിൽ കഷ്ടത വരരുത് നീ ആഗ്രഹിക്കുന്നു. നിൻ്റെ വിചാരം എനിക്ക് സന്തോഷമാണെന്നാണ്, നീ പറയുന്നത് കേൾക്കുമ്പോൾ സന്തോഷം വരുന്നതാണ് നിൻ്റെ വിചാരം. എന്നെ ഒന്ന് പ്രശംസിച്ചാലോ എന്നെ ഒന്ന് ബഹുമാനിച്ചാലോ എന്നെക്കുറിച്ച് പൊഴുത്തി പറഞ്ഞാലോ എനിക്ക് സന്തോഷമാകുമെന്ന് നീ വിചാരിക്കുന്നു. പത്രോസേ, നീ എന്നെ അറിയുന്നില്ല. എന്നെ പുകഴ്ത്തിയാലോ ഞാൻ ദീർഘകാലം ജീവിച്ചിരിക്കണമെന്ന് നീ ആഗ്രഹിച്ചാലോ അതൊക്കെ നല്ല ചിന്തയാണെന്ന് എനിക്ക് തോന്നുന്നത്. അല്ല, ദൈവത്തിൻ്റെ ഹിതം നടക്കട്ടെ, ദൈവത്തിൻ്റെ പദ്ധതി നടക്കട്ടെ. കർത്താവ് പറയും, സാത്താനെ എന്നെ വിട്ടുപോകും, നീ ദൈവത്തിൻ്റേതല്ല മനുഷ്യരെത്രയും കരുതുന്നത്. സ്തോത്രം. സാത്താനെ എന്ന് വിളിച്ചു, വിട്ടുപോകുന്നാണ് പറഞ്ഞത്. കർത്താവ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പത്രോസ് പുറകോട്ട് മാറി. കർത്താവല്ലേ സംസാരിച്ചത്, ശാസിക്കല്ലേ ചെയ്തത്, പുറകോട്ട് മാറി. പക്ഷേ അന്നേരം അല്പനേരത്തേക്ക് മാറി നിന്നെങ്കിലും പിന്നെ നാം കാണുന്നത് അടുത്ത പാരഗ്രാഫ് 17-ാം അധ്യായം 1-ാം വാക്യം. 6 ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും അവന്റെ സഹോദരനായ യോഹന്നാനെയും കൂട്ടി, പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടി തനിച്ച് ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി. സ്തോത്രം. കർത്താവ് തനിച്ച് ഉയർന്ന മലയിലേക്ക് പോയി. കൂടെ 12 പേരെ കൊണ്ടുപോയില്ല, പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും മാത്രമേ കൊണ്ടുപോയുള്ളൂ. ആ കൂട്ടത്തിൽ തന്നെ ഒരു ഇന്നർ ഫെലോഷിപ്പ് ഉണ്ട്, അവർ മാത്രമേ കൊണ്ടുപോയുള്ളൂ. യായിറോസിൻ്റെ ഭവനത്തിൽ യായിറോസിൻ്റെ മകളെ ഉയർത്തേൽപ്പിക്കാൻ പോയപ്പോൾ പത്രോസും യാക്കോബും യോഹന്നാനും മാത്രമേ മുറിയിൽ ഉണ്ടായിരുന്നുള്ളൂ. മറ്റൊരു മുറിയിൽ നിന്നൊക്കെ സമ്മതിച്ചില്ല. അതിലവർക്ക് പരിഭവിക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടാണ് ഞങ്ങളെ കൂട്ടാത്തത്, ഞങ്ങളും ശിഷ്യന്മാരിൽ ഞങ്ങളെ കൂടി കൂട്ടുന്നത് എന്താണ്, അങ്ങനെ അവർക്ക് സംശയമൊന്നുമില്ല. അവർക്ക് ഏതാണ്ട് കാര്യങ്ങൾക്ക് അറിയാമായിരുന്നു. എന്നാൽ ഇവിടെ 6 ദിവസം കഴിഞ്ഞ ശേഷം പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കൂട്ടിക്കൊണ്ട് കർത്താവ് ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു. നിറഞ്ഞ പ്രകാശം, അത്യുജ്വല പ്രകാശം. സാത്താനെ വിട്ടുപോകുന്നു പറഞ്ഞപ്പോൾ സ്ഥിരമായിട്ട് വിട്ടുപോകാനാണോ? അല്ല പ്രിയപ്പെട്ടവർ, ഒരു ശാസനം വരുന്നെങ്കിൽ അത് ഒരിക്കലും തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയും നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നെങ്കിൽ അത് തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയും മനസ്സിലാക്കുക. നിങ്ങളോട് വഴക്കുണ്ടായിട്ടല്ല ശാസിക്കുന്നത്. കർത്താവിന് പത്രോസുണ്ട് വഴക്കുണ്ടായിരുന്നു, അപ്പോൾ പിശാചിന് ഇടം കൊടുത്തു, അതുകൊണ്ട് തുറന്നു പറഞ്ഞു. അപ്പോൾ മയമായിട്ട് പറയാൻ പറ്റുകയില്ല, സാത്താൻ ഇടം കൊടുത്തു പോയി. പത്രോസ് ദൈവികമായ ലക്ഷ്യത്തെയും ദൈവികമായ ഉദ്ദേശത്തെയും മറികടന്ന് സംസാരിച്ചു പോയി. അത് കണ്ടപ്പോൾ സാത്താൻ ഇടം കൊടുത്തു പോയി. കർത്താവ് ശാസിച്ചു, പത്രോസ് അനുദപിച്ചു. പത്രോസ് തെറ്റ് മനസ്സിലായി, അനുദപിച്ചു. അതാണ്ട് അടുത്ത ദിവസം കർത്താവ് താബോറിലേക്ക് കയറിപ്പോയപ്പോൾ പത്രോസിനെ യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് പോയി മറൊരു മലയിലേക്ക്. സ്തോത്രം. നമ്മുടെ കൂട്ടായ്മയിൽ പലരും ശാസനങ്ങളിൽ ഇടറിപ്പോകുന്നു. ശാസനം കേൾക്കുമ്പോൾ മുഖം മങ്ങുന്നു, ശാസനം കേൾക്കുമ്പോൾ ഉള്ളു വാടുന്നു. ആത്മീയമല്ലത്. ശാസനങ്ങൾ കിട്ടുമ്പോഴത് നന്മയ്ക്കാണെന്ന് മനസ്സിലാക്കണം. എന്നെ രൂപാന്തരപ്പെടുത്താനാണ്, എന്നെ വെറുക്കുന്നതുകൊണ്ടല്ല. ദൈവത്തിൻ്റെ ആത്മാവുള്ള ദൈവത്തിനോ ഒരിക്കലും വെറുക്കാൻ പറ്റുകയില്ല, ആരെയും വെറുക്കാൻ പറ്റുകയില്ല. ആത്മാവ് കാണിച്ചു തരുമെന്ന് പറയുന്നു. അത്ര എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം മുതൽ, മകനെ കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്, കർത്താവിൻ്റെ ശിക്ഷ നിരസിക്കരുത്. അവൻ ശാസിക്കുമ്പോൾ മുഷികയും അരുത്. കർത്താവ് ശാസിക്കുമ്പോൾ മുഷികയും അരുത്. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു. താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു. എന്നിങ്ങനെ മക്കളോട് എന്ന പോലെ നിങ്ങളോട് സംവാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞുവോ? നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോട് എന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. ബാലശിക്ഷ സഹിച്ചാൽ ദൈവം നിങ്ങൾ തള്ളിക്കളയുകയല്ല, മക്കളോടെന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു.
അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതിരിക്കുന്നുവെങ്കിൽ എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ മക്കളല്ല, ബാലശിക്ഷയ്ക്ക് നിങ്ങൾക്ക് സമ്മതം അല്ലെങ്കിൽ നിങ്ങൾ മക്കളല്ല, കൗലടയന്മാരത്രേ. നിങ്ങൾ വേശ്യാപുത്രന്മാരത്രേ. മക്കളല്ല, വേശ്യാപുത്രന്മാരായതുകൊണ്ടാണ് നിങ്ങൾ അപ്പൻ്റെ മക്കളായി ജനിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾ ആ വീണ്ടും ജനനം കിട്ടാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് എതിർപ്പ് വരുന്നത്. ദൈവത്തിന് സ്തോത്രം. എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ നിങ്ങൾ കൂടാതിരിക്കുന്നെങ്കിൽ നിങ്ങൾ മക്കളല്ല, കൗലടയന്മാരത്രേ. കൗലടയൻ, കുലടയുടെ മകൾ. കുലട എന്ന് പറഞ്ഞാൽ വേശ്യാസ്ത്രീ. കുലടയുടെ മക്കളത്രേ. നിങ്ങൾ സത്യമായിട്ടും ദൈവത്തിന് മക്കളാണെങ്കിൽ സന്തോഷത്തോടെ ശിക്ഷകൾ ഏറ്റുവാങ്ങും, സന്തോഷത്തോടെ ശാസനങ്ങൾ ഏറ്റുവാങ്ങും. അവിടെ മറുതലിപ്പുണ്ടാവില്ല, അവിടെ എതിർപ്പുണ്ടാവില്ല. പിന്നെ നമ്മുടെ ജഡസംബന്ധമായ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ വണങ്ങിപ്പോന്നുവല്ലോ. ഈ ലോകത്തിലുള്ള നമ്മുടെ മാതാപിതാക്കൾ നമ്മൾ ശിക്ഷിച്ചപ്പോൾ വണങ്ങിപ്പോന്നുവല്ലോ. ആത്മാക്കളുടെ പിതാവിന് ഏറ്റവും അധികമായി കീഴടങ്ങി ജീവിക്കേണ്ടതല്ലയോ? ആത്മാക്കളുടെ പിതാവ് നിത്യനായ ദൈവം ശാസിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിനെ ശാസിക്കുമ്പോൾ കീഴടങ്ങിയിരിക്കേണ്ടതല്ലയോ? കീഴടങ്ങിയിരിക്കണം. അവർ ശിക്ഷിച്ചത് കുറെ കാലവും, നമ്മുടെ മാതാപിതാക്കൾ നമ്മൾ ശിക്ഷിച്ചത് കുറെ കാലത്തേക്കേ ഉള്ളൂ. തങ്ങൾക്ക് ബോധിച്ച പ്രകാരവും അത്രേ. അവര് പല അവിവേകമായിട്ടൊക്കെ ശിക്ഷിച്ചു കാണും, തങ്ങൾക്ക് ബോധിച്ച പ്രകാരവും അത്രേ. അവനോ നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന്, എന്നാലോ നിത്യനായ ദൈവമോ നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നത്. നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നത്. അവന്റെ വിശുദ്ധി, നിത്യനായ ദൈവത്തിന്റെ വിശുദ്ധി നാം പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നത്. ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല, ദുഃഖകരമത്രേ എന്ന് തോന്നും. ഏത് ശിക്ഷയും കിട്ടുമ്പോൾ സന്തോഷമല്ല, ദുഃഖകരമാണ് തോന്നും. പിന്നത്തേതിലോ അതിനാൽ അഭ്യാസം വന്നവർക്ക്, ശിക്ഷണത്തിൽ വളർന്ന് അങ്ങനെ അഭ്യാസം കിട്ടിയവർക്ക്, ആത്മീയമായി മുന്നേറി പോകുന്നവർക്ക് നീതി എന്ന സമാധാന ഫലം ലഭിക്കും. നീതി എന്ന സമാധാന ഫലം ലഭിക്കും. ആകയാൽ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തുവിൻ. ആകയാൽ തളർന്ന കയ്യും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തി. നിങ്ങൾക്ക് അവൻ്റെ വിശുദ്ധി പ്രാപിക്കാനാണ് നിങ്ങൾക്ക് ശാസനം കിട്ടുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഞാൻ ചില അവസരങ്ങളിൽ ചിലരുടെ വളരെ പരുഷമായി സംസാരിച്ചിട്ടുണ്ട്. പരുഷമായിട്ട് എനിക്കറിയാം, ഒരു പേഴ്സണലായിട്ട് വ്യക്തിപരമായി ഒരു വിരോധവുമില്ല, ഒരു ഇഷ്ടക്കുറവില്ല, വ്യക്തിപരമായിട്ട് പ്രിയമാണ് താനും. പക്ഷേ ഒരു മയമില്ലാതെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാം, അവിടെ മയപ്പെട്ട് സംസാരിച്ചാൽ ആൾക്ക് ഗുണം കിട്ടുകയില്ല. അവൻ്റെ വിശുദ്ധി പ്രാപിപ്പാനാണ്, ക്രിസ്തുവിൻ്റെ വിശുദ്ധി പ്രാപിപ്പാനാണ് സംസാരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ വിശുദ്ധി പ്രാപിക്കാൻ വേണ്ടിയാണ് ഈ ശിക്ഷണം, ശാസനം. വാസ്തവത്തിൽ നമ്മുടെ കൂട്ടായ്മയിൽ കിട്ടുന്ന ഈ ആത്മീയമായ അനുഗ്രഹങ്ങൾ, നൽവരങ്ങൾ മറ്റൊരിടത്ത് കിട്ടാത്തതാണ്. മറ്റെങ്ങും ഇല്ല. അതൊന്നും ശാസനങ്ങളില്ല, ശിക്ഷണങ്ങളില്ല. എല്ലാവരെയും തപ്പിത്തടവി, എല്ലാവരെയും ലോഹ്യപ്പെടുത്തി കൊണ്ടുപോകുന്നു. എന്തെങ്കിലും സംഭാവന കൊടുക്കുന്നവരെ വളരെ സ്നേഹത്തോടെ അവരോട് പെരുമാറുന്നു. അല്ലെങ്കിൽ പള്ളിക്ക് കുരിശുതൊട്ടി പണിയിച്ച് കൊടുക്കുന്നവരെ വലിയ സ്നേഹമാണ്. അതല്ലെങ്കിൽ പള്ളിക്ക് വലിയ മണി കൊടുക്കുന്നത്, പള്ളിക്ക് വഴിപാടായിട്ട് കൊടുക്കുന്നത് ഇഷ്ടമാണ്. അങ്ങനെയുള്ളവരൊക്കെ സ്നേഹിക്കും, അങ്ങനെയുള്ളവരൊക്കെ തപ്പിത്തടവി തലോലിക്കും. പക്ഷേ ഭാഗ്യവശാൽ നമ്മുടെ കൂട്ടായ്മയിൽ കിട്ടിയിരിക്കുന്നത് അങ്ങനെയല്ല. ആരെന്ത് കൊടുക്കുന്നു, എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഒന്നുമല്ല. തെറ്റുകൾ നിത്യജീവനിലേക്ക് പോകുന്ന തടസ്സമായി കാണുന്നതെല്ലാം തുറന്ന് ശാസിക്കുന്നു, ശിക്ഷണം നൽകുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, ശാസനങ്ങൾ കിട്ടുമ്പോൾ അത് നന്മയ്ക്കാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കണം. പരിശുദ്ധാത്മാവ് ശാസിക്കുന്നു. എന്താണ്? ആത്മാവിനെ അനുസരിക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വിശ്വസിക്കണം, ആത്മാവിനെ അനുസരിക്കണം. ഇല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ കിട്ടുകയില്ല. നിങ്ങൾക്കൊരു പുതിയ തീരുമാനം എടുക്കാൻ പറ്റുമോ? പുതിയൊരു സമർപ്പണം എടുക്കാൻ പറ്റുമോ? പരിശുദ്ധാത്മാവേ, അരൂപിയായ ആത്മാവേ, അദൃശ്യനായ ദൈവാത്മാവേ, അവിടുത്തെ വഴികൾ കൂടി പൂർണ്ണമായി ചേർന്ന് ഞാൻ പോകും. അവിടുത്തെ ഹിതം മുഴുവനായി ഞാൻ അനുഷ്ഠിക്കും. പരിശുദ്ധാത്മാവേ, അവിടെ നിന്നോട് കൽപ്പിക്കുന്ന കൽപ്പനകളൊക്കെ ഞാൻ അനുസരിക്കും. പരിശുദ്ധാത്മാവേ, ജീവൻ്റെ ആത്മാവേ, എൻ്റെ ഉള്ളത്തിലേക്ക് എഴുന്നള്ളി വന്ന് എന്നിൽ നീ നിവസിക്കണം, എന്നിൽ വസിക്കണമേ. പരിശുദ്ധാത്മാവേ, എൻ്റെ ഉള്ളത്തിലേക്ക് വന്ന് എന്നെ നീ ജ്വലിപ്പിക്കണമേ, എന്നെ കത്തുപിടിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, എന്നിൽ വന്ന് എന്നിലുള്ള പാപത്തിൻ്റെ എല്ലാ തിന്മകളെയും കർത്താവെ കത്തിച്ച് കളയണമേ. പരിശുദ്ധാത്മാവേ, തീയാകുന്ന പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളത്തിലേക്ക് വന്ന് എൻ്റെ ഉള്ളത്തിലുള്ളതായി, എൻ്റെ ഹൃദയത്തിലുള്ളതായി, ഞാൻ അറിഞ്ഞു അറിയാതെയും ഉള്ളതായ പാപങ്ങളെല്ലാം കത്തിച്ച് കളയണമേ. പരിശുദ്ധാത്മാവേ, എൻ്റെ ബോധമനസ്സിലേക്ക് ഇറങ്ങി വന്ന് അബോധതലങ്ങളിലേക്ക് ഇറങ്ങി വന്ന് മറന്നു കിടക്കുന്ന കാര്യങ്ങളൊക്കെയും ഞാൻ മറന്നു കിടക്കുന്നതാണെങ്കിലും കർത്താവെ എല്ലാം കത്തിച്ച് കളയണമേ. പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ളതായ ദാഹം വരട്ടെ. സഹോദരങ്ങളെ, നിങ്ങൾക്ക് ദൈവരാജ്യം വേണം, എനിക്കും ദൈവരാജ്യം വേണം.
ഈ ലോക ജീവിതം താൽക്കാലികമാണ്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിൻ്റെ ഒരു നാമം മഹത്വപ്പെടട്ടെ. ഓരോ ദിവസം ചെല്ലുന്നതോറും ഞാൻ ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ അപ്പോൾ ഇന്ന് ഞാൻ എഴുന്നേറ്റു എന്നേ പറയും. ഇന്ന് ഞാൻ എഴുന്നേറ്റു. എന്താ അങ്ങനെ പറയുന്നത്? അപ്പോൾ ഇന്ന് ഞാൻ എഴുന്നേറ്റു. കാരണം ഉറങ്ങാൻ കിടന്ന് എത്രയോ പേര് ഉണരുന്നില്ല, ഉറങ്ങാൻ കിടന്ന് എത്രയോ പേര് ഉണരുന്നില്ല. ഞാൻ എഴുന്നേറ്റു. ദൈവമേ ഒരു പുതിയ പകൽ തരുന്നു, നന്ദി, ദൈവത്തിന് സ്തോത്രം. ഇന്ന് എൻ്റെ സ്വർഗത്തിൽ ദൈവം ദുഃഖിക്കുന്നതൊന്നും ഈ ഉള്ളവൻ്റെ ജീവിതത്തിൽ വരരുത്. എൻ്റെ കർത്താവ് വ്യസനിക്കുന്ന ഒരു കാര്യവും വരരുത്. കർത്താവെ വീണ്ടും ഞാൻ സമർപ്പിക്കുന്നു. എന്നെ പിടിച്ചുകൊള്ളണമേ, എന്നെ കാത്തുകൊള്ളണമേ. പരീക്ഷയിലേക്ക് എന്നെ പ്രവേശിപ്പിക്കാതെ ദുഷ്ടങ്ങളിൽ നിന്നെ വിടുവിക്കണമേ, എന്നെ കാത്തുകൊള്ളണമേ. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുമോ നിങ്ങളങ്ങനെ? പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് പോകുന്നൊരു പുതിയ ജീവിതം നിങ്ങൾ തുടങ്ങൂ. ആത്മാവിനെ വിശ്വസിക്കണം, ആത്മാവിനെ അനുസരിക്കണം. ആത്മാവിനെ വിശ്വസിക്കാതെ ആത്മാവിനെ കിട്ടുകയില്ല, ആത്മാവിനെ അനുസരിക്കാതെ ആത്മാവിനെ കിട്ടുകയില്ല. ദൈവത്തിന് സ്തോത്രം. ആദ്യമകാല അപ്പോസ്തലന്മാർ ആത്മാവിനെ അനുസരിച്ചിരുന്നു, ആത്മാവിനനുസരിച്ചു. പൗലോസിലേക്ക് ഒരു പരിപാടി ഉണ്ടായിരുന്നു, ആസിയിൽ പ്രസംഗിക്കണമെന്ന്. ആസിയിൽ ഏഷ്യാനെറ്റിൽ പോയി പ്രസംഗിക്കണമെന്ന്. അപ്പോൾ പരിശുദ്ധാത്മാവ് വിലക്ക് വേണ്ട, പോകണ്ടെന്ന് പറഞ്ഞു. എന്താന്ന് പറഞ്ഞില്ല, എന്താ കാരണം എന്ന് പറഞ്ഞില്ല, അനുസരിച്ചു. അപ്പോൾ വിധുനയ്ക്ക് പോകാം, വചനം പറയാൻ അങ്ങോട്ട് പോകാം. നോ, വേണ്ട, അതും പരിശുദ്ധാത്മാവ് വിലക്കി. ആ ബാക്കിയൊന്ന് വായിച്ച്. ആസിയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കി. വായിക്കേ. അവർ ആസിയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കുകയാൽ ഫ്രുഗ്യയിലും ഗലാത്യദേശത്തിലും കൂടി സഞ്ചരിച്ച് മുസിയിലെത്തി ബിഥുന്യയ്ക്ക് പോകുവാൻ ശ്രമിച്ചു. യേശുവിൻ്റെ ആത്മാവോ അവരെ സമ്മതിച്ചില്ല. വചനം പ്രസംഗിക്കാൻ കർത്താവിൻ്റെ ആത്മാവ് എന്താ പറഞ്ഞത്? നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല ജാതികളോട് സുവിശേഷം പ്രസംഗിപ്പീൻ. അപ്പോൾ പൗലോസിക്ക് തോന്നി ആസിയിൽ കുറേ സ്ഥലങ്ങളുണ്ട്, ഏഷ്യ മൈനറിൽ കുറേ സ്ഥലങ്ങളുണ്ട്, അവിടെ പോയി പ്രസംഗിക്കണം. അപ്പോൾ നല്ല ആഗ്രഹമല്ലേ, നല്ലതാണ്. പക്ഷേ ആത്മാവ് വേണ്ട, നീ പോകണ്ട, അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞു. എന്നാൽ ബിഥുനിക്ക് പോകാം, അവിടെയും ദൈവത്തിൽ വേല ചെയ്യണം, കർത്താവിന് വേണ്ടിയാണ്, അല്ലാണ്ട് സ്വന്തം താല്പര്യപ്രകാരമില്ല. വേണ്ട, പരിശുദ്ധാത്മാവ് തടുത്തു. എന്നാൽ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണം, അന്ന് ദൈവം അങ്ങോട്ട് പോകണ്ട എന്ന് പറഞ്ഞെങ്കിലും പിന്നെ 3 വർഷം ഈ ആസിയിൽ പോയി വചനം പ്രസംഗിച്ചു. 3 വർഷം. അതെന്താ? ആദ്യം വേണ്ട എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പൗലോസിയായി ദൈവം പറഞ്ഞു വിട്ടു. പിന്നീട് ഒരവസരത്തിൽ 3 വർഷം അവിടെ പോയി ദൈവത്തിന് വചനം പ്രസംഗിച്ച് അവിടെ താമസിച്ചു. 3 വർഷം രാപ്പകൽ ഇടപെടാതെ ബുദ്ധി പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു അവർക്ക്. നോക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിന് ചില നിർദ്ദേശങ്ങളുണ്ട്. നമുക്കവിടെ നമ്മുടെ ബുദ്ധി പ്രയോഗിക്കാൻ പറ്റില്ല, നമ്മുടെ സ്വന്തം ബുദ്ധി പ്രയോഗിക്കാൻ പാടില്ല. ദൈവത്തിൻ്റെ ആത്മാവ് എന്ത് കാണുന്നു? ആത്മാവ് എങ്ങനെയാണ് എന്നെ നയിക്കുന്നത്? സ്തോത്രം, ദൈവത്തിൻ്റെ ഒരു നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ഹിതത്തിന് വിട്ടുകൊടുക്കണം. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ നിന്ന് കൊടുക്കരുത്. എനിക്ക് സ്വന്തം മനസാക്ഷിയിൽ ചില പ്ലാനുകൾ വരുന്നു, അതിന് ഞാൻ നിന്ന് കൊടുത്താൽ ഞാൻ ഭോഷനായി പോകും. ദൈവത്തിൻ്റെ അഭിപ്രായത്തിന് വിട്ടുകൊടുക്കുക. ദൈവത്തിന് സ്തോത്രം. കരുണയുള്ള കർത്താവ് എന്താ കാണുന്നത് അതിന് കൊടുക്കുക. ദൈവത്തിന് വേറെ ആരെങ്കിലും അയച്ചാലും കർത്താവിൻ്റെ വേല നടത്താമല്ലോ. പിന്നെ എന്താ, ഞാൻ പോകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നെങ്കിൽ അവിടെ ഞാൻ പോയേ പറ്റൂ. ദൈവത്തിൻ്റെ ഇഷ്ടമാണത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. പൂർണ്ണമായിട്ട് കർത്താവിന് വിനയപ്പെടുത്തി കൊടുക്കാൻ പറ്റുമോ? നിങ്ങൾ യേശുക്രിസ്തുവിൻ്റെ കരങ്ങളിൽ മുഴുവനായിട്ട് വിട്ടുകൊടുക്കാൻ പറ്റുമോ? മുഴുവനായിട്ട് ഏൽപ്പിച്ചു കൊടുത്ത് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായിട്ട് വിട്ടുകൊടുത്ത്, കർത്താവേ നിൻ്റെ വഴിയിൽ കൂടി മാത്രമേ ഞാൻ നടക്കുകയുള്ളൂ, നീ പ്രസാദിക്കുന്ന പോലെ മാത്രമേ ഞാൻ ജീവിക്കുകയുള്ളൂ, നിൻ്റെ തിരുവചനപ്രകാരം മാത്രമേ ഞാൻ ജീവിക്കുകയുള്ളൂ. തിരുവചനത്തിന് വിരുദ്ധമായി എന്ത് കിട്ടിയാലും, എന്ത് ദർശനം കിട്ടിയാലും, എന്തെല്ലാം ഉണ്ടായാലും ഞാനത് അംഗീകരിക്കുകയില്ല. നിൻ്റെ ഈ എഴുതപ്പെട്ട തിരുവചനം, ഈ തിരുവചനം ഇതിനകത്തുള്ളതിൽ നിന്ന് വ്യത്യസ്തമായി എന്തെല്ലാം കണ്ടാലും ഞാൻ വിശ്വസിക്കുകയില്ല. സ്തോത്രം. അങ്ങനെ നിങ്ങൾക്ക് ഒരു വ്യക്തമായി തീരുമാനമെടുക്കാൻ പറ്റുമോ? ആത്മാവിനെ നിങ്ങൾക്ക് ലഭിക്കും. 1 ആത്മാവിനെ വിശ്വസിക്കുക, 2 ആത്മാവിനെ അനുസരിക്കുക. സ്തോത്രം. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് പുതിയ തീരുമാനം എടുക്കാം. പുതിയ തീരുമാനം. കർത്താവേ, ഇതുവരെയും ഞാൻ ആത്മാവിൻ്റെ വഴിക്കല്ല പോയത്, എൻ്റെ സ്വന്തം വഴിക്ക് പോയി, എൻ്റെ സ്വന്തം ചിന്താഗതിയിൽ ഞാൻ ജീവിച്ചു. ദൈവത്തിൻ്റെ ആത്മാവേ, എൻ്റെ വഴിയിൽ നീ എന്നെ പോകാൻ അനുവദിക്കരുത്, എന്നെ നീ തടുക്കണം. എൻ്റെ സ്വന്തം വഴിയിൽ പോകാൻ നീ അനുവദിക്കരുത്, നീ എന്നെ തടുക്കണം. പരിശുദ്ധാത്മാവേ, നിൻ്റെ വഴിയിൽ കൂടി പോകാൻ കർത്താവേ എന്നെ നയിക്കണമേ. ഇങ്ങനെ പ്രാർത്ഥിക്കുമോ നിങ്ങൾ? കർത്താവേ, നിൻ്റെ വഴിയിൽ കൂടി, നിൻ്റെ ഹിതപ്രകാരം. നമ്മുടെ സ്വന്തം ഹിതപ്രകാരം ഇന്നയാൾ പ്രസംഗിക്കണം, ഇന്നയാൾ പ്രസംഗിച്ചാൽ കൊള്ളാം എന്നൊക്കെ ചിന്തകൾ, സ്വന്തം താല്പര്യം വരും. ഞാൻ വിടുന്നു കർത്താവേ,
എനിക്ക് പ്രസംഗിക്കണം, ഇല്ല, അതും ഞാൻ വിടുന്നു കർത്താവേ. എനിക്ക് എല്ലാവരുടെയും മുമ്പിൽ നല്ല പിള്ളയായിട്ട് നിൽക്കണം, അതും ഞാൻ വിടുന്നു കർത്താവേ. എനിക്കാകെ ഒന്ന് മാത്രം, എൻ്റെ രഹസ്യങ്ങൾ കാണുന്ന എൻ്റെ യേശു, എനിക്ക് വേണ്ടി ജീവൻ തന്ന എൻ്റെ യേശു, വ്യസനിക്കാത്ത വിധത്തിൽ ഒരു വിശുദ്ധനായി എനിക്ക് ജീവിക്കണം, ശുദ്ധിമതിയായി എനിക്ക് ജീവിക്കണം. തീരുമാനമുണ്ടോ നിങ്ങൾക്ക്? ജീവിതം കർത്താവിന് കൊടുക്കാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആ തീരുമാനത്തോട് കർത്താവിനെ അനുസരിക്കാൻ തയ്യാറാണോ? പൂർണ്ണമായി അനുസരിച്ച് ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്ത്, പൂർണ്ണമായി അനുസരിച്ച് വിട്ടുകൊടുത്ത്, ക്രിസ്തുവിൻ്റെ സ്നേഹം നിർബന്ധമായി അനുഭവിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിച്ച് ജീവിപ്പാൻ നിങ്ങൾ തന്നെ സമർപ്പിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ ദിവസത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ഈ മക്കളെല്ലാം തുടരണമേ കർത്താവേ. പരിശുദ്ധാത്മാനെ വിശ്വസിക്കുവാനും പരിശുദ്ധാത്മാനെ അനുസരിക്കുവാനും അങ്ങനെ ജീവൻ്റെ തുറമുഖത്ത് എത്തിച്ചേരുവാനും എല്ലാവരും യോഗ്യരാക്കി തീർക്കണമേ കർത്താവേ. അവിടുത്തെ രണ്ടാമത്തെ വരയിൽ വിശുദ്ധന്മാർ പറന്നു ഉയരുമ്പോൾ ഞങ്ങളും ആ കൂട്ടത്തിൽ പറന്നു ഉയരാൻ ഞങ്ങൾക്കും ഭാഗ്യം തരണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ.